ശബരിമല നെയ്ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസ് പരിശോധന. മുൻവർഷത്തെ നെയ്യിടപാട് സംബന്ധിച്ച വിശദ വിവരങ്ങൾ ആരാഞ്ഞു. ബോർഡ് യോഗത്തിനിടെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തിയത്. ശബരിമല നെയ്ക്രമക്കേടിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടരന്വേഷണത്തിന് ദേവസ്വം വിജിലൻസിനെ ചുമതലപ്പെടുത്തി. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളാണ് വീണ്ടും അന്വേഷണത്തിന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. നിലവിൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണത്തിന് കോട്ടം തട്ടാതെ അന്വേഷിക്കും. ഞങ്ങളുടെ വിജിലൻസ് അന്വേഷിപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ട് വീണ്ടും ബോർഡിൽ നിന്ന് പരിഗണിച്ചു. കോടതി പരിഗണിച്ചതാണ്. കോടതി എന്നിട്ട് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് കൊടുത്തു. പക്ഷേ എന്നാൽ ആ റിപ്പോർട്ടിൽ വേറെ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവനക്കാരുടെ പങ്ക്, വില വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും തുടരന്വേഷണം വേണമെന്ന് ആ വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറ്റന്വേഷണത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടി അന്വേഷിച്ച് ബാക്കി പങ്കാളിത്തം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നതിന് വീണ്ടും വിശദമായി തുടരന്വേഷണത്തിന് ഞങ്ങളുടെ വിജിലൻസിനെ വീണ്ടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ അയ്യപ്പന്മാർ കൊണ്ടുവരുന്ന നെയ്യിന്റെ നിലവാരം പരിശോധിക്കാൻ സന്നിധാനത്ത് ഭക്ഷ്യസുരക്ഷാ യൂണിറ്റ് ഒരുക്കാനും ബോർഡ് യോഗത്തിൽ തീരുമാനമായി. ഇത്തവണ ടെൻഡർ നടപടികൾ പരിഷ്കരിക്കും. ഈ മാസം 10-ന് ശബരിമല ഉന്നതാധികാര സമിതിയും അതേ ദിവസം തന്നെ ദേവസ്വം ബോർഡ് യോഗവും ചേരാനാണ് തീരുമാനം. ഇതിനിടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് സംസ്ഥാന വിജിലൻസ് സംഘം പരിശോധന നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഹരിയുടെ നേതൃത്വത്തിലായിരുന്നു സംഘം പരിശോധന നടത്തിയത്. ജനം, തിരുവനന്തപുരം.